بسم الله الرحمن الرحيم بسم الله الرحمن الرحيم قال الإمام البخاري رحمه الله تعالى باب القراءة والعرض على المحدث ورأى الحسن والثوري ومالك رضي الله عنهم القراءة جائزة واحتج بعضهم في القراءة على العالم بحديث الإمام بن ثعلبة رضي الله عنه قال للنبي صلى الله عليه وسلم الله أمرك أن نصلي الصلوات قال نعم قال فهذه قراءة على النبي صلى الله عليه وسلم أخبر الإمام قومه بذلك فأجازوه واحتج مالك بالصك يكره على القوم فيقولون أشهدنا فلان ويكره ذلك قراءة عليهم ويكره على المقرئ فيقول القارئ أقرأني فلان حدثنا محمد بن سلام قال حدثنا محمد بن الحسن الواسطي عن عوف عن الحسن رضي الله عنهم أنه قال لا بأس بالقراءة على العالم وأخبرنا محمد بن يوسف الفرابري وحدثنا محمد بن إسماعيل البخاري قال حدثنا عبيد الله بن موسى عن سفيان أنه قال إذا قرئ على المحدث فلا بأس أن تقول حدثني قال وسمعت أبا عاصم يقول عن مالك وسفيان القراءة على العالم وقراءته سواء ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നവർക്കും ഉള്ള മര്യാദയും അതുപോലെ ഹദീസ് ഓതാൻ വേണ്ടി ഒരു ഉസ്താദിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവിടെ പാലിക്കേണ്ട നിബന്ധനകളും എങ്ങനെയായിരിക്കണം ഒരു ഉസ്താദിൻ്റെ വക്കൽ നിന്ന് ഹദീസ് തഹമ്മുല് ചെയ്യേണ്ടത് എന്നതും വിവരിക്കുന്ന ബാബാണ്. ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങളും പല പല മഹാന്മാരും എതിര് നിന്നൊരു വിഷയമാണ്. മുഹദ്ദിസീങ്ങളെ കാലത്ത് സാധാരണഗതിയിലുണ്ടായിരുന്ന ഇന്നും നിലനിൽക്കുന്ന ഒരു ആചാരം എന്താണത്? ഉസ്താദ് മുഹദ്ദിസാകുമ്പോൾ അവർക്ക് ലഭിച്ചതായ ഹദീസുകൾ അവർ എഴുതി വച്ചതായ രേഖകളിൽ നിന്ന് അത് സമ്പാദിച്ചെടുത്ത് അത് എഴുതിയെടുത്ത് ആ കോപ്പിയുമായി ഉസ്താദിൻ്റെ മുമ്പിൽ ചെല്ലുകയും ഉസ്താദ് റെഡിയാകുമ്പോൾ സമ്മതപ്രകാരം ചിലപ്പോൾ ഉസ്താദിൻ്റെ അടുത്ത് ആ അസല് കോപ്പി ഉണ്ടാകും. ശിഷ്യന്മാർ അതിൽ നിന്ന് പകർത്തിയ കോപ്പിയെ വായിക്കും. അങ്ങനെ വായിക്കുമ്പോൾ ഉസ്താദ് നഅം എന്ന് പറയുമ്പോൾ അടുത്തത് വായിക്കും. ഇങ്ങനെ വായിച്ച് കയ്യരോട് കൂടെ ആ ഉസ്താദിനെ തൊട്ട് എനിക്ക് ഇത് ഉസ്താദായി വരികയും അവരെ തൊട്ട് ഹദ്ദസനി എനിക്ക് ഈ ഉസ്താദ് ഹദീസ് തന്നു എന്ന് ഇവർ വായിച്ചു കൊടുത്തതിനെ പറ്റി പറയാൻ പറ്റും. ഇതാണ് ഇമാം ബുഖാരി അടക്കമുള്ള മഹാന്മാരായ മുഹദ്ദിസീങ്ങളുടെ ശൈലി. അതിനെ വിമർശിച്ച വലിയൊരു വിഭാഗമുണ്ട്. അവരുടെ ആ വിമർശനം യഥാർത്ഥത്തിൽ അസ്ഥാനത്താണ് എന്ന് വിവരിക്കലോട് കൂടെ
ഉസ്താദിനിക്ക് വായിച്ചു കൊടുത്തു, ഉസ്താദ് അത് സമ്മതിച്ചു കഴിഞ്ഞാൽ അവിടെ ഹദ്ദസനി എന്ന് പ്രയോഗിക്കാൻ പറ്റും എന്നതിനുള്ള തെളിവുകളാണ് ഇവിടെ ഉദ്ധരിക്കുന്നത്. മഹാന്മാരായ 3 മുഹദ്ദിസീങ്ങളെ തൊട്ടാണ് ഇവിടെ തെളിവ് ഉദ്ധരിക്കുന്നത്. ഹസൻ ബസരി റളിയല്ലാഹു അൻഹു, സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ഇവരാണ് ഇമാം ബുഖാരിയുടെ കാര്യമായ ഉസ്താദന്മാർ അവിടെ തൊട്ടുദ്ധരിക്കുന്നുണ്ട്. അതിൻ്റെ പുറത്ത് വേറെയും ഹദീസുകൾ തെളിവ് പറയുന്നുണ്ട്, മറ്റുള്ള മഹാന്മാരെ തൊട്ടും തെളിവ് ഉദ്ധരിക്കുന്നുണ്ട്. ഈ ഒരു ശൈലി മോശപ്പെട്ട ശൈലിയല്ല. ഇമാമിങ്ങൾ പറയുന്നത് ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മുഅത്ത രചിച്ചു. ഇമാം ഹാക്കിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, وروى الحاكم في علوم الحديث من طريق مطرف قال صحبت مالكا 17 سنة. മുതരീഫ് എന്നവർ പറയാണ്, ഞാൻ മാലിക് റളിയല്ലാഹു അൻഹുവിനോട് കൂടെ സുഹബത്ത് കെട്ടി സഹവസിച്ചു 17 വർഷം. فما رأيته قرأ المعطى على أحد. ഒരാൾക്ക് പോലും ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അവരുടെ ലോകപ്രസിദ്ധമായ മുഅത്ത ഓതി കൊടുത്തായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ബൽ യഖറഊന അലൈ, അവരതിൻ്റെ കോപ്പിയുമായി വന്ന് അവർ മാലിക് ഇമാമിന് ഓതി കൊടുക്കും. അതെ എന്ന് പറയൽ മാത്രമേ ഉള്ളൂ, വായിക്കൽ അവരാണ്. തിരിയാത്ത മുഷ്കിലായ ഭാഗങ്ങളുണ്ടെങ്കിൽ വിശദീകരിച്ചു കൊടുത്തത് വരും. അല്ലെങ്കിൽ അവർ അതും പഠിച്ചുകൊണ്ടായിരിക്കും അവർക്ക് ആ ഇസ്നാദാണ് ആവശ്യമുള്ളത്. ഇതാണ് കിതാബ് ഓതുക എന്ന് പറഞ്ഞാൽ, വായിച്ച് അങ്ങോട്ട് കൊടുക്കുക എന്ന് പറയുന്നത് ഹദീസിൻ്റെ പഠനത്തിൻ്റെ എല്ലാ വിഷയത്തിൻ്റെയും പഠനത്തിൻ്റെ പ്രധാന ഭാഗമാണ്. അത് ഒരു ഉസ്താദിൻ്റെ കിതാബ് അത് തന്നെ എഴുതിയിട്ട് അവർക്ക് ഓതി കൊടുക്കുന്നതിനേക്കാണ് അർവ് എന്ന് പറയാം. നേരെ മറിച്ച് ആ ഉസ്താദിനിക്ക് സനദോട് കൂടെ കിട്ടിയതായ ഏത് കിതാബോ, അവർ കിതാബായിക്കൊന്നൊരു മുൻഗാമി കിതാബാലോ അവരെ സമകാലിക കിതാബോ ആയാലും വേണ്ടില്ല, അതിലുള്ള ഹദീസുകളെ എഴുതിയെടുത്ത് വന്ന് ഒരു ഉസ്താദിൻ്റെ മുമ്പിൽ ഓതി കൊടുത്തു. ആ ഉസ്താദിന് അം എന്ന് പറഞ്ഞാൽ ആ ഹദീസ് ഉസ്താദ് ഓതി കൊടുത്ത മാതിരിയായി. അതിലുള്ള സനദ് ഈ ഉസ്താദിൻ്റെ സനദായിരിക്കും പറഞ്ഞിട്ടുണ്ടാകുക. ഈ ഉസ്താദ് മുതൽ ആ ഹദീസിനിക്ക് വരുന്ന സനദ് ഏതോ അത് തന്നെയാണ് സനദായിട്ടും വരിക. ഉസ്താദ് നഅം എന്നവിടെ പറഞ്ഞാൽ മതി എന്നല്ലാതെ ഉസ്താദ് ഓതി കൊടുക്കണം, ഇവർ കേൾക്കണം, എന്നെങ്കിലേ ഹദ്ദസനി എന്ന് പറയാൻ പറ്റുള്ളൂ, എന്നാലേ ഹദീസ് പഠനമാവുള്ളൂ എന്നൊന്നില്ല എന്നതാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബാബുൽ ഖിറാഅത്തി വൽ അർളി അലൽ മുഹദ്ദിസി. മുഹദ്ദിസായ ഉസ്താദിൻ്റെ മേലിൽ ഹദീസിനെ ഓതി കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ മേൽ അർള് ചെയ്യുക, ഇതിനെ വിരിക്കുന്ന ബാബാണ്. ഖിറാഅത്ത് എന്നത് ആമും അർള് എന്നത് ഖാസുമാണ്. അർളാവണമെങ്കിൽ അതേ ഉസ്താദിൻ്റെ അസല് കോപ്പി നോക്കിയിട്ട് പകർത്തിയത് അവർക്ക് ഓതി കൊടുക്കണം. ഖിറാഅത്ത് ആവണമെങ്കിൽ അവരുടെ കിതാബായിക്കോളുന്നില്ല, അവർക്ക് സനദുള്ള അവർക്ക് അറിയുന്ന ഏത് ഹദീസുകൾ എഴുതി വെച്ചത് പഠിച്ചിട്ട് എഴുതി കൊണ്ടുവന്നിട്ട് നോക്കി വായിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഖിറാഅത്ത് ആമാണ്, അർള് എന്ന് പറയുന്നത് ഖാസുമാണ്. അവിടെ അയിന് എന്തൊക്കെ പറയുന്നുണ്ട്, യാതൊരു ആശയും യാതൊരു ഫായിദയും അതിലില്ല. വറ അൽ ഹസനു വസൗരിയോ വമാലിക്കുൻ. ബഹുമാനപ്പെട്ട ഹസൻ ബസരി, സുഫിയാനു സൗരി, ഇമാം മാലിക് ഇവരെല്ലാവരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അൽ ഖിറാഅത്ത, ഗുരുവിൻ്റെ മേലിൽ മുഹദ്ദിസിൻ്റെ മേലിൽ അങ്ങോട്ട് വായിച്ചു കൊടുക്കൽ ജായിസതൻ, അത് ജായിസായി അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. വഹ്തജ്ജ ബഅ്ളുഹും, മുഹദ്ദിസീങ്ങളിൽ നിന്നുള്ള ചിലർ ലക്ഷ്യം പിടിച്ചു. ആ ബഅ്ള് എന്ന് പറയുന്നത് ഇമാം ബുഖാരിയുടെ ശൈഖായ ഹുമൈദിയാണ്. അതുപോലെ അബൂ സഈദിനിൽ ഹദ്ദാദ് എന്നവരുമാണ് ബഅ്ള് എന്ന് പറഞ്ഞത്. രണ്ടാളും ഈ വിഷയത്തിൽ ലക്ഷ്യം പിടിച്ചിട്ടുണ്ട് ഒരേ വിഷയം കൊണ്ട്.
ഫിൽ ഖിറാഅത്തി അലൽ ആലിമി, ആലിമിൻ്റെ മേലിൽ ഓതി കൊടുക്കുന്നതിൽ ലക്ഷ്യം പിടിച്ചിട്ടുണ്ട്. ബിഹദീസ് ളിമാം ഇബ്നു സഅലബത, ളിമാം ഇബ്നു സഅലബ എന്ന് പറയുന്ന ആ മഹാനായ സ്വഹാബിയുടെ ഹദീസ് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്ന് മുസ്ലിമായി അവരെ ഗോത്രക്കാരെ അടുക്കൽ നിന്ന് വഫുദായി നബി തങ്ങളുടെ അടുക്കലേക്ക് വന്നു. അവർ കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നഅം 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 എന്ന് പറഞ്ഞതുകൊണ്ട് അവരാണ് ഓതി കൊടുക്കുന്നത്, സ്വഹാബിയാണ് വിഷയം അവതരിപ്പിക്കുന്നത്, നബി തങ്ങൾ സമ്മതിക്കുന്നുള്ളൂ. അതോടുകൂടെ തന്നെ ളിമാമിനിക്ക് നബി തങ്ങൾ പറഞ്ഞു കൊടുത്തതായി എന്നോട് നബി തങ്ങൾ ഇന്നത് കൽപ്പിച്ചു, നബി തങ്ങൾ ഇന്നത് വിരോധിച്ചു എന്നാണ് അവരുടെ ഗോത്രത്തിൽ പോയി പറഞ്ഞിട്ടുള്ളത്. അതാ ളിമാം ഇബ്നു സഅലബന്റെ ഹദീസ് കൊണ്ട് ആലിമിൻ്റെ മേലിൽ ഓതി കൊടുക്കാം എന്ന് എനിക്ക് ചില തെളിവ് പറഞ്ഞിട്ടുണ്ട്. ഖാല ളിമാം എന്നവർ റളിയല്ലാഹു അൻഹു പറഞ്ഞു ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, അല്ലാഹു അമറക അൻ നുസല്ലിയ സ്വലവാത്ത്, ഞങ്ങൾ ഈ 5 വക്ത് നിസ്കാരം നിസ്കരിക്കലിന് അല്ലാഹു തആല നിങ്ങളോട് കൽപ്പിച്ചതാണോ? അല്ലാഹു എന്ന, അതാണ് ആ രണ്ടാമത്തെ അംസനെ തഖ്ഫീഫാക്കിയിട്ട് അല്ലാഹു എന്നുള്ളത്. ഖാല റസൂലുള്ളാഹി പറഞ്ഞു, നഅം, അതെ. ഖാല, ആ ബഅള് ആ തെളിവ് പിടിച്ച ആൾ പറയാണ്, ഫഹാദിഹി ഖിറാഅത്തുൻ അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഈ പറഞ്ഞ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ ഓതി കൊടുക്കലാണ്. 5 വക്ത് നിസ്കാരം ഞങ്ങൾ നിസ്കരിക്കണമെന്നത് അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചതാണോ? അതെ എന്ന് പറഞ്ഞതോടുകൂടെ നബി തങ്ങൾ അള്ളാഹു കൽപ്പിച്ചു എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ സ്ഥാനത്തായി. എന്നിട്ടോ അഖ്ബറ ളിമാമുൻ, ളിമാം എന്നവർ വിവരം പറഞ്ഞു ഖൗമഹു, അവരുടെ ഖൗമിനോട്, ബിദാലിക, ഈ ഹദീസിൽ വാരിദായ സംഭവം കൊണ്ട്, ഫഅജാസൂഹു, അവരെല്ലാവരും അതിലേക്ക് അനുസരിച്ചു. ളിമാം എന്നവർ ഹദീസ് വരാൻ പോകുന്നുണ്ട്, അതിൽ ഈ ഭാഗമില്ല. തിരിച്ചു പോയി ഖൗമിനോട് വിവരം പറഞ്ഞു എന്നുള്ള വിവരം അതിലില്ല. എന്നാലും അത് വേറെ ഹദീസിൽ വന്നിട്ടുണ്ട്. അതെന്താ ഹദീസ്? എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നു. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയാണ്, ബഅസ ബനൂ സഅദ് ഇബ്നു ബക്കർ ഇബ്നു ളിമാം ഇബ്നു സഅലബ, ബനൂ സഅദ് ഇബ്നു ബക്കർ എന്നവർ അയച്ചു ളിമാം ഇബ്നു സഅലബത, ളിമാം ഇബ്നു സഅലബനെ അയച്ചു എന്ന് പറഞ്ഞിട്ട് വരാൻ പോകുന്ന ഹദീസിൻ്റെ പൂർണ്ണഭാഗമുണ്ട്. അതിലുണ്ട് ളിമാം തിരിച്ചുപോയി. അന്ന ളിമാമൻ ഖാല ഖൗമിഹി ഇൻദമാ റജഅ ഇലൈഹിം, അവരൊക്കെ തിരിച്ചപ്പോൾ ഇമാം പറയാണ്, ഇന്നല്ലാഹ ഖദ് ബഅസ റസൂലാ വഅൻസല അലൈഹി കിതാബാ വഖദ് ജിഅതുകും മിൻ ഇൻദിഹി ബിമാ അമറകും ബിഹി വനഹാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിനെ അയച്ചിട്ടുണ്ട്, അവരുടെ മേലൊരു മഹത്തായ കിതാബ് ഇറക്കിയിട്ടുമുണ്ട്. ഞാൻ അവരുടെ അടുക്കലിൽ നിന്ന് വരികയാണ്. അവർ നിങ്ങളോട് കൽപ്പിച്ചതായ ഒരു കാര്യം കൊണ്ടും അവർ നിങ്ങളോട് വിരോധിച്ചതായ ഒരു കാര്യം, ബിമാ അമറകും ബിഹി വനഹാകും അൻഹു. യഥാർത്ഥത്തിൽ നബി തങ്ങളുടെ നഅം നഅം എന്ന് പറയുന്നുള്ളൂ അവരുടെ ചോദ്യത്തിന് മറുപടിയായിട്ട്. അതിനെപ്പറ്റിയാണ് നബി തങ്ങൾ കൽപ്പിച്ചത്, നബി തങ്ങൾ വിരോധിച്ചത് എന്ന് പറയുന്നത്. قال فوالله ما أمسى من ذلك اليوم وفي حاضره رجل ولا امرأة إلا مسلما. ളിമാം അവിടെ പോയി വിവരങ്ങൾ പറഞ്ഞു, കൗമിനെ ക്ഷണിച്ചോ. ആ ക്ഷണിച്ചപ്പം അന്ന് വൈകുന്നേരമാകുമ്പോഴേക്കിന് ആ നാട്ടിൽ ഒരു മുസ്ലിമോ ഒരാണോ ഒരു പെണ്ണോ ഇല്ല, മുസ്ലിമായിട്ടല്ലാതെ നാട് മുഴുവൻ മുസ്ലിമായി. ളിമാം റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഒരു ബുദ്ധിപരമായ നീക്കത്തോടു കൂടെ. അതാ വഖബറ ളിമാമുൻ ഖൗമഹു ബിദാലിക ഫഅജാസൂഹു, അവർ തെളിവാതാണ്. വഹ്തജ്ജ മാലിക്കുൻ, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ലക്ഷ്യം പിടിച്ചു. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഞാൻ പറഞ്ഞു മുവത്തൻ്റെ സംഭവം, മുവത്ത രചിച്ചതിൻ്റെ ശേഷം കാര്യമായി 17 കൊല്ലം അവരൊപ്പം ഒരാൾ പറയാണ്, മുവത്ത മാലിക് ഇമാം വായിച്ച അങ്ങോട്ട് കൊടുക്കുന്നത് ഞാൻ കേട്ടില്ല.
ശിഷ്യന്മാർ കോപ്പിയെടുത്ത് അത് മാലിക് ഇമാമിനക്ക് ഇങ്ങോട്ട് ഓതി കൊടുക്കും. മാലിക് ഇമാം അത് നഅം പറയും എന്ന് പറയുന്ന ഇമാം മാലിക് അതിൻ്റെ ഉസ്താദാ. ആ മാലിക് ഇമാം ലക്ഷ്യം പിടിച്ചു. എന്തുകൊണ്ട്? ബിസ്വക്കി, ചെക്ക് കൊണ്ട്. സ്വാദ് കൊണ്ടാണ് പറയുന്നത്. സ്വക്ക് നമ്മൾ പറയുന്ന ചെക്ക് എന്ന് പറഞ്ഞ സാധനം സ്വക്ക് എന്ന് പോകുന്നതാണ്, അറബി പ്രയോഗമാണത്. എന്താണ് സ്വക്ക്? സ്വക്ക് പറഞ്ഞാൽ ഒരാൾ മറ്റൊരാൾക്ക് എന്തെങ്കിലും ഇടപാടുകൾ കൊടുക്കാനുണ്ടെങ്കിൽ ആ ഇടപാടുകൾ ഒരു റിക്കാർഡിൽ എഴുതി വെക്കും. ആ എഴുതി വെച്ച റിക്കാർഡുകൾ ആ കൊടുക്കാനുള്ള ആളോട് വായിക്കും. ഇന്നാൾ ഇത്ര പിന്നാക്ക് കൊടുക്കാനുണ്ട് എന്ന് എഴുതിയതാണ് വായിക്കും. അത് വായിക്കുമ്പം ആ കൊടുക്കാനുള്ള ആള് അതേ നഅം എന്ന് പറയുകയോ മൗനം പാലിക്കുകയോ ചെയ്യും. അങ്ങനെ അയാളെ വക്കലിൽ നിന്ന് അയാളൊന്നും പറഞ്ഞില്ല, അയാൾ നഅം ഈ കേൾക്ക് തരാൻക്കണേ ഉള്ളൂ. അതോടുകൂടെ ഇത് ശബ്ദം കേൾക്കുന്ന ആൾ വായിച്ചു കൊടുക്കുന്നത് വേറെ ആരോ ഒരാൾ നോക്കി വായിക്കുകയാണ്. കൊടുക്കാനുള്ള ആൾ ഉണ്ടാതക്കണ്, അല്ലെങ്കിൽ നഅം പറയുന്നു, വിരോധിക്കുന്നില്ല. മറ്റയാൾ എന്ത് ചെയ്യണില്ല, എതിർക്കുന്നില്ല. ഈ സമയത്ത് സാക്ഷികൾ പറയും ഇന്നാളിന്നാക്ക് കൊടുക്കാണ്ട്. ഇതിൻ്റെ കിറാത്ത്, ഈ കിറാത്ത് കൊണ്ട് സ്വക്ക് കൊണ്ടിട്ട് ചെക്ക് കൊണ്ടിട്ട് മാലിക് ഇമാം ലക്ഷ്യം പിടിച്ചു. യുക്റവു, ആ ചെക്കിനെ വായിക്കപ്പെടും. അലൽ കൗമി, ബാധ്യതയുള്ള ആള്, അവരാ കൗമോട് ഉദ്ദേശം ബാധ്യതയുള്ള ആളുകളുടെ മേലിൽ വായിക്കപ്പെടും. ഫയഖൂലൂന, അപ്പം ആ ബാധ്യതയുള്ള ആളുകളെ വായിച്ചു കൊടുക്കുന്നതും ബാധ്യതയുള്ള ആളുകളെയും കേൾക്കുന്ന സദസ്സിലുള്ള സാക്ഷികൾ പറയും. യക്കൂന തമീർ സാക്ഷികൾക്ക്, സാക്ഷികൾ പറയും അശ്ഹദനാ ഫുലാനുൻ, ഇന്ന വ്യക്തി ഞങ്ങളെ സാക്ഷികളാക്കിയിട്ടുണ്ട്. എൻ്റെ ഒരു സാക്ഷിയാണ് എന്നുകൊണ്ട് സാക്ഷി നിൽക്കും. കണ്ട, അശ്ഹദനാ ഫുലാനുൻ, ഫുലാൻ എന്ത് ചെയ്തിട്ടുള്ളൂ, കൗമിൽപ്പെട്ട അയാൾ അതേന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ തല കാട്ടിയിട്ടേ ഉള്ളൂ. അതിനെപ്പറ്റിയാണ് അശ്ഹദനാ ഫുലാൻ എന്ന് പറയുന്നത്, സാക്ഷികൾ. വയുക്റഉ ദാലിക, ഈ സ്വക്കിലുള്ളതിന് വായിക്കപ്പെടും ഖിറാഅത്തൻ, ഒരു വായനയായിട്ട് അലൈഹിം, ആ കൗമിൻ്റെ മേൽ. ഇപ്പൊ കൗമിൻ്റെ മേൽ അത് വായിക്കപ്പെടുകയാണ്. അതിനെപ്പറ്റിയാണ് അശ്ഹദനാ ഫുലാൻ എന്ന് പറയുന്നത്. അപ്പം എന്ത് ചെയ്തു, ഈ ആരാണോ ബാധ്യതയുള്ള ആള് അയാൾ തന്നെ ഞാൻ ഇന്നാക്ക് ഇത്ര കൊടുക്കാനുണ്ട് എന്ന് പറയുന്നത് സാക്ഷികൾ കേൾക്കണമെന്നില്ല. ഇന്നാള് ഇന്നാക്ക് കൊടുക്കാനുണ്ട് എന്ന് എഴുതിയത് വായിക്കുമ്പം അയാൾ അത് അതെ എന്ന് സമ്മതിക്കുകയോ അല്ലെങ്കിൽ തലകുലുക്കുകയോ ചെയ്യുകയും മറ്റുള്ളവർ കേൾക്കുകയും ചെയ്താൽ ആ കൊടുക്കാനുള്ളത് ഞങ്ങൾ സാക്ഷിയെത്തി എന്ന് പറയാം. അത് പറയലുണ്ട്. അത് കോടതിയിലെല്ലാം അംഗീകരിക്കപ്പെട്ട വിഷയവുമാകുന്നു. മറ്റൊരു തെളിവ്, വയുക്റവു, വായിക്കപ്പെടും അലൽ മുക്രി, ഖുർആൻ ഓതിക്കൊടുക്കുന്ന മുക്രിയുടെ മേലിൽ. ഖുർആൻ പഠിപ്പിക്കുന്ന ആൾക്കാർ പഴയ കാലത്ത് മുക്രി എന്നറിയാം. പിന്നെ ഇന്നത്തെ ആൾക്കാർ എന്തൊക്കെ അർത്ഥം വെക്കലുണ്ട്. 3 പണിയെടുക്കണവനാണ് മുക്രി എന്നുള്ള മലയാള വാക്കാണ്. സംഗതി മുക്രി എന്ന് പറഞ്ഞാൽ അറബി വാക്കാണ്. ഖുർആൻ പഠിപ്പിച്ചിരുന്നത് പള്ളിയിലെ ഉസ്താദന്മാരാണ്. അവരെ പറ്റിയാണ് മുക്രി എന്നല്ല അവരെന്നെ വാങ്ങും കൊടുക്കൽ. അപ്പം മുക്രി ഖുർആൻ ഓതി പഠിപ്പിക്കുന്ന ഉസ്താദ്, ആ ഉസ്താദിൻ്റെ മേലിൽ ഓതി കൊടുക്കപ്പെടും. ഫയഖൂലുൽ ഖാരിഉ, എന്നിട്ട് ആ ഓതിയവൻ പോയി പറയും അഖ്റഅനി ഫുലാനുൻ, ഇന്ന മുക്രി എനിക്ക് ഓത്ത് പഠിപ്പിച്ചിട്ടുണ്ട്, ഇന്ന ഉസ്താദ് എനിക്ക് ഓത്ത് പഠിപ്പിച്ചു. ഇപ്പോൾ ഒരാൾക്ക് ഒരു ഹാഫിളിനെ കണ്ടു, അല്ല ഹാസിമിനെ കണ്ടു. അപ്പോൾ ഹാസിമിനെ കണ്ടപ്പോൾ ഇയാൾക്ക് ഫാത്തിഹ ശരിയാണോ അല്ലേ എന്ന് നോക്കണം. അപ്പോൾ ഉസ്താദ് ഹാഫിദിനോട് പോയിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ മുജവ്വിദിനോട് പോയിട്ട് പറഞ്ഞു, ഞാനൊന്ന് ഓതങ്ങളൊന്ന് ശ്രദ്ധിക്കുമോ. അങ്ങനെ ഇയാൾ ഖുർആൻ എടുത്ത് ഓതി. അയാൾ ശ്രദ്ധിച്ചു. അയാൾ പറഞ്ഞു നല്ല ഓത്താണ് എന്ന് പറഞ്ഞ അയാൾക്കൊരു എന്നെ ഓത്ത് പഠിപ്പിച്ചത് ഇന്ന ഹാഫിളാണ്, ഇന്ന മുജവ്വിദാണ് എന്ന് പറയാം. അതാ അഖ്റഅനി ഫുലാനുൻ, ഇയാൾ ഓതി കൊടുത്തു, അയാൾ കേട്ടു, അയാൾ വളരെ ഉഷാറായിട്ടുണ്ട് എന്ന് പറഞ്ഞ് തെറ്റിട്ടുള്ള ഭാഗം തിരുത്തി കൊടുത്തു. എന്നാൽ പറയാം ഇന്നാൾ എന്നെ ഓത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. അത് സാധാരണ പറയാം. അതാ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവോട് ഒരാളെന്നിട്ട് ചോദിച്ചു, ഞാൻ നിങ്ങളെ മേലിൽ ഓതി തന്നിട്ട് നിങ്ങളും ഉണ്ടാതെ നിന്ന് കേട്ടു, എന്നാൽ നിങ്ങൾ എനിക്ക് ഹദീസ് പറഞ്ഞെന്നൊന്ന് പറയാൻ പറ്റുമോ, ഹദ്ദസനി എന്ന് പറയാൻ പറ്റുമോ
മാലിക് ഇമാം ദേഷ്യം പിടിച്ചിട്ട് പറഞ്ഞു, ഇതേ സംഭവം ഖുർആനാണെങ്കിൽ ഞാൻ എനിക്ക് ഓത്ത് പഠിപ്പിച്ചെന്ന് വെച്ച് പറയില്ലേ ചോദിച്ചു. അത് ലോകത്ത് എന്നുള്ള ഒരു ശൈലിയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തെ ഉള്ള ശൈലിയാണ്. ഖുർആൻ പഠിച്ചു വന്നിട്ട് അതിനും വലിയ ഓത്ത് പഠിപ്പിക്കുന്ന ഉസ്താദിൻ്റെ അടുത്ത് വന്ന് ഓതി കൊടുക്കും. ഉസ്താദ് അതെ എന്ന് പറഞ്ഞാൽ ഇവനക്ക് പോയി പറയാം, എനിക്ക് ഇന്ന ഉസ്താദ് ഓത്ത് പഠിപ്പിച്ചു. അത് മുസല്ലമായ ഖിലാഫില്ലാത്ത വിഷയമാണ്. അങ്ങനെ ഖുർആൻ എനിക്കത് പറ്റുമെന്നും ഹദീസിൽ അത് പറ്റൂല എന്നും എനിക്ക് ആര് പറഞ്ഞെന്നാടാണ് ചൂടായി ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സനദ് പറയാണ്, قال الإمام البخاري رحمه الله حدثنا محمد بن سلام قال حدثنا محمد بن الحسن الواسطي عن عوف عن الحسن رضي الله عنه وعنهم أنه قال. ഇമാം ബുഖാരി മുതൽ ഹസൻ ബസ്രി വരേക്കുമുള്ള സനദാണ് ഈ പറഞ്ഞത്. ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറയാണ്, ലാ ബൈസ ബിൽ ഖിറാഅത്തി അലൽ ആലിമി, ആലിമിൻ്റെ മേലിൽ ഓതിക്കൊടുക്കലിന് കുഴപ്പമില്ല. തുടക്കത്തിൽ തന്നെ പറഞ്ഞു, അൽ ഹസനു സൗരിയു മാലിക്കുൻ അൽ ഖിറാഅത്ത ജായിസത്തൻ. ഞാൻ എനിക്ക് സനദാണ് ഇവിടെ പറഞ്ഞത്. ഇതുവരെ അവരെ തൊട്ട് മുഅല്ലഖായി പറഞ്ഞിരിക്കുകയാണ്. ആ മുഅല്ലഖായി പറഞ്ഞതിനെ മുസ്നദാക്കുകയാണ്. ഹസൻ ബസ്രിയിലേക്ക് ഇസ്നാദ് ചേർത്തു. ഇതെല്ലാം ഹദീസുമാണ്. ഹദീസിൻ്റെ മാനദണ്ഡം നബി തങ്ങളുടെ വാക്ക് വാലത്ത് ഖിറാത്ത് ആയതുപോലെ സ്വഹാബത്തിൻ്റെ ഫുഅലത്ത് ഖിറാത്ത്, താബീങ്ങളുടെ ഫുഅലത്ത് ഖിറാത്ത്, അതെല്ലാം ഹദീസുകളാണ്. ഇത് താബിഈയായ ഹസൻ ബസ്രിയുടെ ഒരു അസറാണ്. ലാ ബഅസ ബിൽ ഖിറാഅത്തി അലൽ ആലിമി. ഇനി ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറയുന്നു, വഅഖ്ബർനാ മുഹമ്മദ് ബിൻ യൂസുഫ അൽ ഫിറബരിയു. ഇത് ഇമാം ബുഖാരി അല്ല, വഅഖ്ബർനാ പറഞ്ഞ ഇമാം ബുഖാരിയുടെ ശിഷ്യൻ്റെ ശിഷ്യനാണ്. അവരാണല്ലോ അത് ക്രോഡീകരിച്ചിട്ടുള്ളത്, അവരാണുള്ള റാവിമാർ. എന്താ വഅഖ്ബർനാ മുഹമ്മദ് ബിൻ യൂസുഫ് അൽ ഫിറബരിയു قال وحدثنا محمد بن إسماعيل البخاري. അപ്പോൾ ബുഖാരി ഇമാമിൻ്റെ ശിഷ്യനാണ് ഫിറബരി, അവരുടെ ശിഷ്യനാണ് ഈ പറയുന്നത്. قال حدثنا عبيد الله بن موسى عن سفيان الثوري, അതാ സൗരി അന്നഹു ഖാൽ, സുഫിയാൻ എന്നവർ പറഞ്ഞു, ഇദാ കുരിയ അലൽ മുഹദ്ദിസി ഫലാ ബഅസ അൻ തഖൂല ഹദ്ദസനി. മുഹദ്ദിസിൻ്റെ മേലിൽ ഓതി കേൾപ്പിക്കപ്പെട്ടു. ഓതിയതാരാ? ആരോ ഒരാൾ. സദസ്സിൽ കുറേ ശിഷ്യന്മാർ ഒന്നായിട്ട് ചെന്നതാണ്. ഒരാൾ വായിച്ചു, മുഹദ്ദിസ് കേട്ടു. എന്നാൽ ആ വായിച്ചാക്ക് പറയാം ഹദ്ദസനി. ആ വായന കേട്ടവർക്ക്, ശിഷ്യൻ കൂടെയുള്ള സഹപാഠികൾക്ക്, അവർക്കും പറയാം ഹദ്ദസനി, ഇന്ന മഹാനായ ഉസ്താദ് എനിക്ക് ഹദീസ് പഠിപ്പിച്ചു തന്നു എന്ന് പറയാം. ഹദീസ് പഠിപ്പിച്ചു തന്നു എന്നതിൻ്റെ അർത്ഥം ഹദീസ് ഓതി തന്നു നോക്കണ്ട, ഹദീസ് പഠിപ്പിച്ചു തന്നു ഹദ്ദസനി. അപ്പോൾ ആ ഉസ്താദാണ് ഹദീസ് പഠിപ്പിച്ചു കൊടുത്തതെന്ന് പറയാം. മനസ്സിലാക്കണം. ഖാല, മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വസമിഅതു അബാ ആസിമിൻ യഖൂലു, അബൂ ആസിം എന്നവർ പറയുന്നതായിട്ട് ഞാൻ കേട്ടു, അൻ മാലിക് വസുഫിയാന റളിയല്ലാഹു അൻഹുമാ, മാലിക് റളിയല്ലാഹു അൻഹുവിനെ തൊട്ടും സുഫിയാൻ റളിയല്ലാഹു അൻഹു തൊട്ടും, അൽ ഖിറാഅത്തു അലൽ ആലിമി വഖിറാഅതുഹു സവാ, ആലിമിൻ്റെ മേലിൽ അങ്ങോട്ട് വായിച്ചു കൊടുക്കലും ആലിമ് ഇങ്ങോട്ട് ഓതി കൊടുക്കലും രണ്ടും സമാണ്. ആലിമിൻ്റെ മുമ്പിൽ പോയി ആലിമിൻ്റെ കിതാബോ വേറോ കിതാബോ കൊണ്ടുവന്നു അവരുടെ മുമ്പിൽ ഓതി കൊടുത്തു, അവരത് കേട്ടു നഅം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആലിം ഇങ്ങോട്ട് ഓതി കൊടുത്താൽ രണ്ടും സമം തന്നെയാണ്. ഹസൻ ബസ്രിയുള്ള ശിഷ്യന്മാർ ഹസൻ ബസ്രി അങ്ങ് തങ്ങളോട് ചോദിച്ചു, ആദിഹിൽ കുത്തുബുല്ലത്തി തുഖ്റഉ അലൈക ഐഷിൻ നഖൂലു ഫീഹാ, അയ്യുഷൈനെ ചുരുക്കാണ് ഐഷിൻ. നിങ്ങളെ മേലിൽ ഓതി തരപ്പെടുന്ന കിതാബുകൾ, ആ കിതാബുകൾ നിങ്ങളെ ഓതി കൊടുക്കും, നിങ്ങൾ നഅം നഅം എന്ന് പറഞ്ഞു പോകും, അതിലൊക്കെ ഞങ്ങൾ എന്താ പറയണ്ടേ? ഖാല, ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖൂലു ഹദ്ദസനൽ ഹസൻ, നിങ്ങൾ ഹദ്ദസനൽ ഹസൻ എന്ന് തന്നെ പറഞ്ഞോളി, ഹസൻ ഞങ്ങൾക്ക് ഹദീസ് പഠിപ്പിച്ചു തന്നു എന്ന് പറഞ്ഞോളി.
وبه قال الشيخ الإمام الحافظ أمير المؤمنين في الحديث أبو عبد الله محمد بن إسماعيل البخاري رحمه الله تعالى ونفعنا بعلومه. حدثنا عبد الله بن يوسف قال حدثنا الليث عن سعيد هو المقبوري عن شريك بن عبد الله بن أبي نمر أنه سمع أنس بن مالك رضي الله عنه يقول بينما نحن جلوس مع النبي صلى الله عليه وسلم في المسجد دخل رجل على جمل فأناخه في المسجد ثم أقله ثم قال أيكم محمد والنبي صلى الله عليه وسلم متكئ بين ظهرانيهم. ദീർഘമായ ഹദീസാണ്, ചെറിയ വിശദീകരണം ഇവിടെ ചെയ്യേണ്ടതുള്ളൂ, അതുകൊണ്ട് കൂടെ അർത്ഥം വെച്ച് പോവാണ്. ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ ഇരിക്കുകയാണ്. സനദിലെ റാവികളെ പരിചയപ്പെടുത്തേണ്ടതുണ്ട്. റാവികളിൽ പെട്ട പലരും വലിയ വലിയ മഹത്തുക്കളാണ്, എല്ലാവരും വലിയവരാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു സമയത്ത് നമുക്ക് അതിനെ സംബന്ധിച്ച് വിശദീകരിക്കാം. അതിലുള്ള പ്രധാനപ്പെട്ട ഒരാളാണ് നബീൽ എന്നു പേരുള്ള മഹാൻ. നബീൽ തൊട്ട് മുമ്പത്തെ റാവികളിൽപ്പെട്ട ആളാണ് അവർ. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് സംസാരിക്കാം അവരെ പറ്റി. ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്, ഞങ്ങൾ നബി തങ്ങളോട് കൂടെ ഇരിക്കുന്നവരാണ് ഫിൽ മസ്ജിദ്, പള്ളിയിൽ. ബൈനമാ നഹ്നു ജുലൂസുൻ മഅൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ ഇരിക്കുകയാണ് മസ്ജിദിൽ. ആ ഇരിക്കുന്ന മധ്യേ ദഖല റജുലുൻ, ഒരു റജുൽ കടന്നു വന്നു, അലാ ജമലിൻ, ഒരു പെണ്ണൊട്ടകത്തിൻ്റെ മേൽ, ജമൽ ആണൊട്ടകം, ഒരു ആണൊട്ടകത്തിൻ്റെ മേൽ കയറി വന്നു. വസൗജുന്നാക്ക, ആണൊട്ടകം. ഫഅനാഖഹു ഫിൽ മസ്ജിദ്, അങ്ങനെ ആ ഒട്ടകത്തെ പള്ളിയിൽ മുട്ടുകുത്തിച്ചു. പള്ളിയിൽ എന്ന് പറഞ്ഞാൽ പള്ളിൻ്റെ മുറ്റത്ത് എന്നാണ്, കാരണം മുറ്റത്താണ് മുട്ടുകുത്തിച്ചത് എന്ന് അതിൽ സംഭവം വിശദീകരിച്ച് പറയുന്നുണ്ട്. സുമ്മ അഖലഹു, പിന്നെ അതിൻ്റെ കാലുമേൽ കയറ് കെട്ടി, മുട്ടുകുത്തിച്ചിട്ട് അവിടെ ഇരുത്തിയിട്ട് പോവാതിരിക്കാൻ വേണ്ടി അതിൻ്റെ കൗത്തിൽ നിന്ന് കാലിലേക്ക് ഒരു കയറ് കെട്ടും. ആ കെട്ടിനിക്കാണ് അഖല് എന്നറിയാം. അതിനെ കെട്ടിട്ടു. സുമ്മ ഖാല, പിന്നെ ഈ വന്ന ആള് പറഞ്ഞു, അയ്യക്കും മുഹമ്മദുൻ, നിങ്ങളിൽ ആരാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വന്നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുത്തക്കിഉൻ, ചാരിയിരിക്കുന്നവരാണ്, ബൈന ളഹ്റാനൈഹിം, അവരുടെ ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചാരിക്കുകയാണ്. ചുറ്റോടിറ്റും ആളുകളുണ്ട്, ചുറ്റോടിറ്റും ആളുണ്ട് എന്ന് വരുത്താനാണ് ളഹ്റാനൈഹിം എന്ന് പറഞ്ഞത്. ആ നിരക്ക് നബി തങ്ങൾ അവിടെ ചാരിയിരിക്കുന്നു. ഫഖുൽന, അപ്പം ഞങ്ങൾ പറഞ്ഞു, ഹാദർ റജുലുൽ അബിയദു അൽ മുത്തക്കിഉ, ആരാണ് മുഹമ്മദ് എന്ന് ചോദിച്ചു. കാരണം വരുന്ന ആൾക്ക് അറിയില്ല, അയറാബി മറ്റേ ബാദിയത്ത് നിന്ന് വരുന്ന ആളാണ്, ആള് ബുദ്ധിമാനാണ്, നേതാവാണ്, എന്നാൽ നബിനെ അറിയില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അതാണ് ശൈലി, പരുക്കൻ ശൈലി. ഇനി അവരെന്നെ പറയുന്നു, ഞാൻ പരുക്കനാണെന്ന് പറയുന്നുമുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഹാദർ റജുലു, ഈ പുരുഷനാണ്, അൽ അബിയദു, ആ വെളുത്തതായ, അൽ മുത്തക്കിഉ, ചാരിയിരിക്കുന്നതായ. അത് ഒരു ശൈലിയാണ്. വെള്ളക്കാര് വെളുത്ത, ഏറ്റവും വെളുത്തത് അബിയദ്, വെള്ള എന്ന് പറയൽ രണ്ട് കളറിനെ പറ്റി വെള്ള പറയും. ഒന്നേതാ, മറ്റേ പാണ്ട് പോലെയുള്ള വെള്ളക്ക് അബിയദ് അറിയും. അതുപോലെ മനുഷ്യൻ്റെ ഏറ്റവും സൗന്ദര്യമുള്ള ചുവപ്പ് കലർന്ന വെള്ള, ആപ്പിളിൻ്റെ കളറുള്ള വെള്ള,
അതും വെള്ള തന്നെയാണ്. കറുത്തവനല്ലാത്തതൊക്കെ അബിയൽ എന്നറിയും. അബിയലിൽ വെച്ച് ഏറ്റവും സൗന്ദര്യമുള്ള കളർ റസൂലുള്ളാഹിന്റെ കളർ ചുവപ്പ് കലർന്ന വെള്ള, രക്തം തുടിക്കുന്ന വെള്ള. ഫഖാലഹു റജുലു, അപ്പോൾ ആ വന്ന ആൾ നബി തങ്ങളോട് പറഞ്ഞു, ഇബ്നു അബ്ദുൽ മുത്തലിബ്, ഒരു വിളിയാണത്. ഇബ്നു അബ്ദുൽ മുത്തലിബ് മൻസൂബായിട്ടാണ് വായിക്കുന്നത്. ഇബ്നു അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിൻ്റെ മകനെ. ഫഖാലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വന്ന ആളോട് പറഞ്ഞു, ഖദ് അജബ്തുക്, ഞാനക്ക് ഉത്തരം ചെയ്യാൻ റെഡിയാണ്, ചോദിച്ച ആൾ ചോദിച്ചോ, അസിലും പോലും ചോദിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അത് മര്യാദ കേട്ടപ്പോൾ പിന്നെ അവിടെ അതെ എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. അതിന് മറുപടി എനിക്ക് എന്താ പറയാൾ പറഞ്ഞു. ഖദ് അജബ്തുക്. ഫഖാല റജുലു ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അപ്പോൾ ആ വന്ന ആൾ നബി തങ്ങളോട് പറഞ്ഞു, ഇന്നി സായിലുക, ഞാൻ നിന്നോട് ചോദിക്കാൻ പോകും. ഞാൻ നിന്നോട്, അത് അറബിയുടെ പ്രയോഗമാണ്, നീ എന്നുള്ള തെളിയുമില്ലാത്ത പ്രയോഗമൊന്നുമല്ല, അത് അറബി പ്രയോഗം അതാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. ഫമുശദ്ദിദുൻ അലൈക ഫിൽ മസ്അല, നിങ്ങളോട് ഞാൻ ചോദ്യം ചോദിക്കുമ്പം കുറച്ച് ശക്തി കൂട്ടി കട്ടി കൂട്ടി ചോദിക്കാണ്. ഒരു ചോദ്യത്തിൽ ഞാനൊന്ന് കട്ടി കൂട്ടും, ഞാനൊരു പരുക്കനാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഫലാ തജിദ് അലയ്യ ഫീ നഫ്സിക്, നിങ്ങളുടെ മനസ്സിൽ എന്നെ പറ്റി ഒരു ദേഷ്യം ഉണ്ടാവരുത്. അതിൻ്റെ ശൈലിയാണ് ചോദിക്കും, ഒരു ഗൗരവത്തിൽ ചോദിക്കുക എന്നുള്ളത്. ഖാല റസൂലുള്ളാഹി പറഞ്ഞു, സൽ മാ ബദാലക്, നിനക്ക് എന്താണോ വ്യക്തമാണത്, എന്താണോ വെളിവാണ്, എന്താണോ തോന്നുന്നു ചോദിച്ചോ എന്നാണ്. ഫഖാല, അപ്പോൾ വന്ന ആഗതൻ പറഞ്ഞു, അസ്അലുക ബി റബ്ബിക വ റബ്ബി മൻ ഖബ്ലക, നിങ്ങൾ നിന്റെ റബ്ബിനോ മുൻനിർത്തിക്കൊണ്ട് ഞാൻ ചോദിക്കുന്നു, നിന്റെ മുമ്പുള്ള പ്രവാചകന്മാർ അവരുടെ റബ്ബിനെയും കൊണ്ട് ഞാൻ ചോദിക്കുന്നു. അല്ലാഹു അർസലക ഇലന്നാസി കുല്ലിഹിം, സർവ്വജനങ്ങളിലേക്കും അള്ളാഹു നിങ്ങളെ റസൂലായി അയച്ചിട്ടുണ്ടോ? അതല്ല ഈ മക്കയിലും മദീനയിലുമുള്ള ആളുകൾക്ക് മാത്രമാണോ, അല്ലെങ്കിൽ അറബികൾക്ക് മാത്രമാണോ, അല്ലെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമാണോ നിങ്ങൾ അയച്ചത്? എല്ലാവരിലേക്കും കൂടിയാണോ? ഫഖാല, അബൂ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ നഅം, അതെ, അല്ലാഹുമ്മ, അള്ളാഹിനെ തന്നെ വിളിച്ചിട്ടാണ് പറഞ്ഞത്, അല്ലാഹുവേ, ഞാൻ അള്ളാഹുവിന് സാക്ഷി നിർത്തുന്നുള്ള അർത്ഥത്തിലേക്കാണ് നിതേണത്. നഅം. ഖാല, ആഗതൻ പറഞ്ഞു, അൻഷുദുക ബില്ലാഹ്, അല്ലാഹു അമറക അൻ നുസല്ലിയ സ്വലവാതിൽ ഖംസി ഫിൽ യൗമി വൽ ലൈല, ഓരോ ദിവസവും രാത്രിയിലും പകലിലുമായി 5 വക്ത് നിസ്കാരം ഞങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടോ? ഖാല, റസൂലുള്ളാഹി പറഞ്ഞു, അല്ലാഹുമ്മ നഅം, അല്ലാഹുമ്മ നഅം എന്ന് പറഞ്ഞു. ഖാല, വന്ന ആഗതൻ പറഞ്ഞു, അൻഷുദുക ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്ത് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, അല്ലാഹു അമറക അൻ നസൂമ ഹാദ അശ്ശഹ്റ മിന സന, കൊല്ലത്തിൽ നിന്ന് ഈ റമളാൻ മാസം ഞങ്ങൾ നോൽമ്പ് നോൽക്കലിന് അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ച് അയച്ചിട്ടുണ്ടോ? ഞങ്ങളോട് പറയാൻ വേണ്ടി പറഞ്ഞയച്ചിട്ടുണ്ടോ? ഖാല, റസൂലുള്ളാഹി പറഞ്ഞു, അല്ലാഹുമ്മ നഅം, അല്ലാഹുമ്മ നഅം എന്ന് മറുപടി പറഞ്ഞു. ഖാല, വന്നാഗതൻ പറഞ്ഞു, അൻഷുദുക ബില്ലാഹ്, അല്ലാഹു അമറക അൻ തഖുദ ആദിഹി സ്വദഖത മിൻ അഗ്നിയാഇനാ ഫതഖ്സിമഹാ അലാ ഫുഖറാഇനാ, അല്ലാഹുവിനെ കൊണ്ട് സത്യം ചെയ്ത് ഞാൻ ചോദിക്കുന്നു, അല്ലാഹു തആല നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടോ ഞങ്ങളിൽ നിന്ന് ഈ സകാത്തുകളെ സ്വതക്കകളെ നിങ്ങൾ എടുക്കലിന്, മിൻ അഗ്നിയായിന, ഞങ്ങളെ പണക്കാരിൽ നിന്ന് പിടിക്കുന്ന സ്വതക്കാണ് സക്കാത്ത് എന്ന് പറയാം. അപ്പം ഞങ്ങളെ പണക്കാരെ വക്കലിൽ നിന്ന്, മുതലാളിമാരെ വക്കലിൽ നിന്ന് സക്കാത്ത് പിടിച്ചെടുക്കാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടോ? ഫതഖ്സിമഹാ അലാ ഫുഖറാഇനാ, എന്നിട്ട് ഞങ്ങളിൽ നിന്നുള്ള തന്നെ ഫുഖറാഇൻ്റെ മേൽ നിങ്ങൾ ഓരിയൊക്കെ ചെയ്യും. കാരണം അമ്പിയാക്കൾക്ക് നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിനോ അതിനൊരു വിഹിതവും ഇല്ലല്ലോ. അതാ, ഞങ്ങളിലുള്ള ഫുഖറാഇൻ്റെ മേൽ അത് നിങ്ങൾ ഒരുക്കുകയും ചെയ്യും
ഈ ഹദീസിൽ നിന്നിട്ടും ഇതുപോലുള്ള സിദ്ദീഖുള്ള ഒരു ഹദീസുണ്ട്, അതിൽ നിന്നുമാണ് സക്കാത്ത് നഖൽ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത്. ഓരോരോ കൗമിനെയും ഓരോരോ ഭാഗത്തെയും അഗ്നിയായിൽ നിന്ന് പിടിച്ച് ആ അഗ്നിയാവുള്ള വിഭാഗത്തിലെ എവിടുന്നാണോ അവിടുത്തെ ഫുഖറാവിൻ്റെ മേൽ ഒരിച്ചു കൊടുക്കണം. നഖൽ ചെയ്തുകൂടാ ഇമാമിങ്ങൾ പിടിച്ചെടുത്തത് എന്നാണ്. സക്കാത്തിൻ്റെ വാബിൽ വിശദമായിട്ട് വരുന്നുണ്ട്. فقال النبي صلى الله عليه وسلم اللهم نعم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അല്ലാഹുമ്മ നഅം. فقال الرجل അപ്പോൾ വന്ന ആഗതൻ പറഞ്ഞു ആമന്തു ബിമാ ജിത ബിഹി, എന്നാൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, നിങ്ങൾ കൊണ്ടുവന്നതായ ഒന്നുകൊണ്ടെല്ലാം ഞാൻ വിശ്വസിച്ചു. വഅന റസൂലു മൻ വറാഇ മിൻ ഖൗമി, എൻ്റെ അനുയായികളിൽ നിന്ന് എൻ്റെ പിന്നിലുള്ള ധാരാളം ആളുകളുണ്ട്, അവർക്കെല്ലാവർക്കുമുള്ള പ്രതിനിധി ഞാനാണ്. നിങ്ങൾ അള്ളാഹു അയച്ചു, നിങ്ങളിൽ നിന്ന് ഞാൻ കാര്യങ്ങൾ വേണ്ടതുപോലെ ചോദിച്ചറിഞ്ഞു. ഇനി എൻ്റെ നാട്ടിൽ കുറേ ആളുകാരുണ്ട്, അവരോട് ഈ വിവരം പറയാൻ വേണ്ടി ഞാൻ പ്രതിനിധിയായി പോവുകയാണ്, നിങ്ങൾക്ക് സമ്മതല്ലേന്നാ. ഞാനാകുന്നത് ലിമാമു ബിനു സഅലബത, ഞാൻ ലിമാമു ബിനു സഅലബ എന്ന് പറയുന്ന ആളാണ്. അഖൂ ബനി സഅദ് ബിൻ ബക്കർ, ബനു സഅദ് ബിൻ ബക്കറിലെ ഒരു വ്യക്തിയായ ലിമാമു ബിനു സഅലബ എന്ന അവിടുത്തെ കാര്യപ്പെട്ട നേതാവാണ് ഞാൻ. ഇനി ബാക്കിയുള്ളവരെന്നാക്കാൾ ഉത്തരവാദിത്തം എനിക്കാണ് എന്ന് പറഞ്ഞു മഹാനവറുകൾ തിരിച്ചുപോയി. ആമന്തു ബിമാ ജിത ബിഹി എന്ന് അപ്പോഴാണ് വിശ്വസിക്കുന്നത്. അതിന് മുമ്പ് തന്നെ വിശ്വസിച്ചതാണ്, തഹ്ഖീഖിന് വേണ്ടി തക്രീറിന് വേണ്ടി വന്ന് പറഞ്ഞതാണ് എന്നൊക്കെ മറ്റുള്ള സംഭവങ്ങളെന്ന് മനസ്സിലാകുന്നുണ്ട്. ഇമാമികളത് പറയുന്നുണ്ട്. അവർ പോയി അവിടെ വെച്ച് ഈ ജനങ്ങളെ വിളിച്ച് വരുത്തി ഈ ഒരു പ്രബോധനം അവിടെ ചെയ്തു. അന്ന് വൈകുന്നേരമാകുമ്പോഴേക്ക് ആ നാട് മുഴുവൻ മുസ്ലിമായി. ഇവിടുത്തെ ഇമാം ബുഖാരിയുടെ ചർച്ച ഈ ഹദീസിലൂടെ പറഞ്ഞത് എന്താണ്? മഹാനവറുകൾ നബി തങ്ങളോട് വിഷയങ്ങൾ ഓരോന്ന് അങ്ങോട്ട് ചോദിച്ചിട്ട് ഇത് ശരിയല്ലേ എന്ന് ചോദിക്കുക. നബി തങ്ങൾ അല്ലാഹുമ്മ നഅം, നഅം എന്നാണ് നബി തങ്ങളുടെ മറുപടി. എന്നിട്ട് ഈ വിവരങ്ങൾ മുഴുവനും മഹാനവറുകൾ അവിടെ പോയി പറയുന്നു. അവിടെ ഖിറാഅത്ത് അവരെ മക്കളിൽ നിന്നാണ്. നബി തങ്ങൾ നഅം പറയാണ്. അപ്പോൾ നബി തങ്ങൾ പിന്നീട് പോയിട്ട് അല്ലാഹു തആല നമ്മളോട് ഇന്ന കാര്യങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട് എന്ന് റസൂല പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവിടെ പോയി പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം എന്ത് പറഞ്ഞു? അങ്ങോട്ട് ഓതി കൊടുത്താലും അഖ്ബറന എന്നും ഹദ്ദസനി എന്നും പ്രയോഗിക്കാമെന്ന് മനസ്സിലായി.